ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മൾ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. പടവലങ്ങ മെഴുക്കുരുട്ടി മമ്മി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പം ഇനി ചായക്ക് കടി നമ്മൾ മടക്ക് ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും തലേ ദിവസം ദോശയ്ക്കോ അപ്പത്തിനൊക്കെ ഉള്ളത് നമ്മൾ അരച്ച് വെക്കാറുണ്ട്. അപ്പം ഇന്നലെ നമ്മളൊന്നും അരച്ചൊന്നും വെച്ചില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയാണ് കേട്ടോ മടക്ക് ദോശ. ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയും കൂടെ വെച്ച് മടക്കുന്നതിനാണ് മടക്ക് ദോശ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ദോശ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് കറിയൊക്കെ വേണം. ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിള്ളേർക്കായാലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ദോശ ഞാൻ അത്യാവശ്യം മൊരിയിച്ചെടുക്കും കേട്ടോ. രണ്ട് ഭാഗത്തും തിരിച്ചും മറിച്ച് വിട്ട് മൊരിയിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ തേങ്ങയും പഞ്ചസാരയും കൂടെ ഉള്ള മിക്സും കൂടി ഇട്ട് മടക്കിയെടുക്കും കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ മടക്ക് ദോശ എന്നാണോ പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളിവിടെ മടക്ക് ദോശ എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേഗം പോയിട്ട് പൊന്നൂസിനെ വിളിച്ചെണീപ്പിച്ചു കേട്ടോ. പിന്നെ അവളെ റെഡിയാക്കി ഇറങ്ങാനായപ്പോഴത്തേക്കും ഇതാ പെരും കാറ്റും മഴ കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ മഴയൊന്ന് ചെറുതായിട്ടൊന്ന് കുറയുമോ എന്നൊക്കെ നോക്കി നിന്നു കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പോകാനുള്ള സമയമൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ വേഗം അവൾ സ്കൂളിലേക്ക് പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയും കൂടി. ഹായ് പറഞ്ഞേ. ഹായ്. നിങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണേ പറഞ്ഞേ. ചായ കുടിക്കാൻ പോവാന്ന് പറ. ഓക്കെ. ടാറ്റാ.